മൊത്തം 9,000 കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഞാൻ കൈകൊണ്ട് ഇളക്കുന്ന സമയത്ത് 1,200 സ്ക്വയർ ഫീറ്റ് ഷെഡാണിത്. 3/4 മണിക്കൂർ എടുക്കും മിനിമം. ഈ മിഷൻ വാങ്ങിയ ശേഷം ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഈ പണി തീർക്കും. ഒന്ന്, കോഴിയെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ. 2, ഇൻഫെക്ഷൻ കുറയുന്നുണ്ട്. പിന്നെ നാട്ടുകാരെ ബുദ്ധിമുട്ട് കുറയുന്നുണ്ട്. അത് സ്മെല്ല്. സ്മെല്ലില്ല. ഇത് ലൈറ്റ് വെയിറ്റ് മിഷനാണ്. സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും സിമ്പിളായി യൂസ് ചെയ്യാം. കാരണം എൻ്റെ വൈഫ് ഉപയോഗിക്കുന്നുണ്ട് ഈ മിഷൻ. സിലോ മെക്കാനിക്. ഇത് എവിടെ സ്ഥലം? ഇത് ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയാണ്. 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി വെറും 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു ഇത്തിരി കുഞ്ഞൻ പവർഫുൾ മിഷനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കേട്ടോ. ഇറച്ചിക്കോഴി വളർത്തുന്ന അഥവാ പോൾട്രി ഫാർമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ താഴെ കിടക്കുന്നത് ഈ ഒരു ബെഡ് അഥവാ ഈ പറയുന്ന അറക്കപ്പൊടി നമുക്ക് ഇളക്കി കൊടുക്കുക എന്നുള്ളത്. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അത്യാവശ്യം ബൾക്ക് രീതിയിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയം കൺസ്യൂം ചെയ്യും. അതായത് ഒരു ദിവസത്തിൻ്റെ പകുതി മുക്കാലും ഒക്കെ അതിനായിട്ട് അങ്ങ് മാറിപ്പോവും. ആ രീതിയിലുള്ളൊരു ജോലിയാണ് കേട്ടോ. അത് വളരെ കുറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന അടിപൊളി ഒരു മിഷനാണ് നമ്മുടെ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തി നോക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയുള്ള നമ്മുടെ അജയ് ചേട്ടൻ്റെ ഫാമിലാണ്. അജയ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിലുള്ളൊരു വ്യക്തിയാണ്. അത്യാവശ്യം ബൾക്ക് രീതിയിൽ കോഴി ഫാം ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അജയ് ചേട്ടാ ഞാനിപ്പോൾ ഹാപ്പിയാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൈകൊണ്ട് ഇളക്കുന്ന സമയത്ത് 1,200 സ്ക്വയർ ഫീറ്റ് ഷെഡാണിത്. ഓക്കെ. 1000 ഷെഡിൽ ഞാൻ മാനുവൽ ഇളക്കുന്ന സമയത്ത് 3/4 മണിക്കൂർ എടുക്കും മിനിമം 3/4 മണിക്കൂർ എടുക്കും. പോയിട്ട് ടയേർഡാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കിടക്കാനേ സമയമുള്ളൂ. അപ്പോൾ ഈ മിഷൻ വാങ്ങിയ ശേഷം ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഈ പണി തീർക്കും. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സമയം ലാഭം, ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറവ്. ഇതാണ് ഈ ഒരു മിഷന്റെ പ്രത്യേകത. മൊത്തം 9,000 കുട്ടികൾ ചെയ്യുന്നുണ്ട്. 9,000-ഓളം കുട്ടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മൊത്തം നമുക്ക് എത്ര 7 ഷെഡല്ലേ? 7 ഷെഡാ. അപ്പുറത്തൊക്കെ ഷെഡാണ്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ചേട്ടൻ എത്ര ആളോട് ചെയ്യുന്നുണ്ട്? ഞാൻ ഇപ്പോൾ ഒരു 10-11 വർഷത്തിനുള്ളിൽ 11 വർഷമായിട്ട് ഉള്ളിലായി ഈ ഒരു പരിപാടി തന്നെ. ഈ ഒരു ഫീൽഡ് നമ്മള് ഇതിപ്പോ ഡേ ഹോൾഡ് കുട്ടികളെ മേടിച്ച് ചെയ്യുന്നതാണല്ലേ. ഇതിപ്പോ എത്ര ദിവസം പ്രായമുള്ള? ഇപ്പൊ 23 ദിവസം പ്രായമുള്ള 23 ദിവസം പ്രായമുള്ള കുട്ടികൾ. ചേട്ടാ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്താണ്? അറക്കപ്പൊടിയാണോ? അറക്കപ്പൊടിയാണ്. അറക്കപ്പൊടിയും ചീപൊടിയും ഉണ്ട്. ചീപൊടിയാണ് രണ്ടുകൂടെ മിക്സ് ആണ്. അത് അവയില് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല. ഈ അറക്കപ്പൊടി മാത്രമാണെങ്കിൽ ഇത് കോഴി ഓടുന്ന സമയത്ത് പറന്ന് ഇത് മൂക്കിൽ പിടിക്കുന്നു. അപ്പൊ ഇൻഫെക്ഷൻ വരും. ഓക്കെ. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ചീപൊടി കൂടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോ നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണ് ഇളക്കി കൊടുക്കുന്നത്? ശരിക്കും ഇന്ന് ഇളക്കുന്നു. ഓക്കെ. നാളെ ഫ്രീ ആവും. മറ്റൊന്ന് ഇളക്കുന്നു. 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഇളക്കി മസ്റ്റായിട്ട് ഇളക്കും. ശരിക്കും നമ്മൾ ഇങ്ങനെ കിളച്ചു കൊടുക്കുന്ന നിർബന്ധമുണ്ട്? ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കോഴിയെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ. 2, ഇൻഫെക്ഷൻ കുറയുന്നുണ്ട്. പിന്നെ നാട്ടുകാരെ ബുദ്ധിമുട്ട് കുറയുന്നുണ്ട്. അത് സ്മെല്ലില്. അപ്പോൾ ഇത് മസ്റ്റ്. ഓക്കെ. പിന്നെ മെനു ചെയ്യുമ്പം 3/4 മണിക്കൂർ എടുക്കും. അത് 45 മിനിറ്റ് എടുക്കും. പക്ഷേ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. കൈ, ഷോൾഡർ വേദനയുണ്ട്. വെച്ചാൽ അത് ചെറിയൊരു അളവിലേ അത് ഇളകി പോകുന്നുള്ളൂ. ഒരു മെഷീൻ ആകുമ്പോൾ അതല്ല. അത് 4 പ്രാവശ്യം ചെയ്യുന്ന ജോലി ഇത് ഒറ്റ പ്രാവശ്യം ചെയ്യും. ഒറ്റ പ്രാവശ്യം കൊണ്ട് തീരും. നമ്മൾ ഇളക്കുന്ന സമയത്ത് ആവശ്യം മാക്സിമം ഒരു 4 ഇഞ്ച് മാത്രമേ ഈ സ്പേസ് കിട്ടുന്നുള്ളൂ. പക്ഷേ മെഷീൻ ആണെങ്കിൽ ഈ ഒരേ ട്രിപ്പിൽ തന്നെ ഈ ഏരിയ കവർ ചെയ്യും. സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും സിമ്പിളായി യൂസ് ചെയ്യാം. കാരണം എൻ്റെ വൈഫ് ഉപയോഗിക്കുന്നുണ്ട് ഈ മെഷീൻ. ഇത് റോട്ടറി ടൈപ്പ് വീലാണ്. ഓക്കെ. നമുക്ക് 7 മഴ സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം. നമുക്ക് എത്ര കട്ടിയായിരുന്ന പോലെയും ഇത് കട്ടിയെടുക്കാൻ. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് ബാറ്ററി ടൈപ്പ് അല്ലേ? അതെ, ബാറ്ററി ടൈപ്പാണ്. ബാറ്ററി ടൈപ്പാണ്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. 23 കിലോ ഉള്ളൂ. 23 കിലോ. അതെ. നമുക്കിത് ചാർജ് ആകാനായിട്ട് എത്ര നേരം? നമുക്കൊരു 1.5 മണിക്കൂർ ചാർജ് ആവും. സമയം 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ആവും. എത്ര നേരം? നമുക്ക് 2-2.5 മണിക്കൂർ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. അതാണ് പറയുന്നത്. കണ്ടിന്യൂസ് നമുക്ക് 2.5 മണിക്കൂർ കമ്പനി പറയുന്നത്. അത്രേ. അതെ, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ ഞാൻ ഒരു 1.5 മണിക്കൂറൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ റെസ്റ്റ് കൊടുക്കും. ഓക്കെ. നമുക്ക് റെസ്റ്റ് കിട്ടും. മിഷനും റെസ്റ്റ് വേണം. അത് തീർച്ചയായിട്ടും അങ്ങനാണല്ലോ. ഓക്കെ. നമുക്ക് ഇതിന്റെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ? ചേട്ടാ, ബാറ്ററി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. 2 വർഷം. അതെ, റീപ്ലേസ് ആണ്. ഓക്കെ. റീപ്ലേസ് ചെയ്യുന്നതായിരുന്നു. പിന്നെ എൻ്റെ മെക്കാനിക്കൽ മോട്ടോർ സൈഡെല്ലാം 6 മാസമാണ്. 6 മാസമാണ് പറയുന്നത്. എന്നാൽ കംപ്ലൈൻറ്റ് വരത്തില്ല. ചേട്ടാ, ആകപ്പാടെ എനിക്ക് ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആ ലൂബ്രിക്കേഷന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിക്കുന്നു ചെയിനിൽ. അതേ ഉള്ളൂ ജോലി. അത്രേ ഉള്ളൂ ഈ ഒരു മിഷനകത്തുള്ള ഒരു പരിപാടി. ബാറ്ററി ചാർജ് ചെയ്യുക, വെക്കുക, ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സർവീസ് കാര്യങ്ങളെല്ലാം പക്കയാണ്. നമുക്ക് ഇതിനിടയിൽ എനിക്ക് ബാറ്ററി ചെറിയ പ്രശ്നം ഉണ്ടായി. കമ്പനി വിളിച്ച് അറിയിക്കുകയും അവർ ബാറ്ററി കൊറിയർ ചെയ്യാൻ പറഞ്ഞു. കൊറിയർ ചെയ്തു. കൊറിയർ അവർ റീപ്ലേസ് ചെയ്തു നമുക്ക്. ഓക്കെ. ഇതിന്റെ ബ്രാൻഡ് നെയിം എന്താ? ഓസിലോ മെക്കാനിക്. ഇത് എവിടെ സ്ഥലം? ഇത് ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയാണ്. മൈസൂറാണ് അതിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. അവരുടെ കസ്റ്റമർ സപ്പോർട്ട് എല്ലാം നല്ലതാണ്. നല്ലതായിട്ട് പോകുന്നു.